Hello everyone, welcome back. It's me Sahla. ഇന്നൊരു അടിപൊളി സിമെൻറ്റ് സ്റ്റൂൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. പ്ലാന്റ് സ്റ്റാൻഡായിട്ടും കോർണർ സ്റ്റാൻഡായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന നല്ല റെസ്പോൺസിന് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറേ പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് അത് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യണേ. മെയിൽ ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. സിമൻറ്റ് കൂട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കിതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ സ്റ്റൂളിൻ്റെ കാല് കൊടുക്കുന്നത് ഇതുപോലുള്ള PVC പൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഞാനൊരു 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരേ വലിപ്പത്തിലുള്ള 3 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പൈപ്പിൻ്റെയും അറ്റത്ത് ഒരു കമ്പി യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റായി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാകും. ഇത് നമ്മൾ സിമെൻറ്റിൽ വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തിട്ടുള്ളത് ഒരു അലുമിനിയം കമ്പിയാണ്. ഇങ്ങനെ 3 പൈപ്പിൻ്റെയും അറ്റത്ത് ഇതുപോലെ കെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പൈപ്പിന് പകരമായിട്ട് വുഡൻ റോഡ് കിട്ടുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഈ സ്റ്റൂൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബക്കറ്റാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ബക്കറ്റിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന സ്റ്റൂളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ റൗണ്ടിലുള്ള സ്റ്റൂളാണ് വേണ്ടതെങ്കിൽ കുറച്ച് വട്ടം കൂടിയ ബക്കറ്റ് എടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ബക്കറ്റിൽ മുഴുവനായിട്ട് ഓയിൽ ഒഴിക്കണ്ട. നമ്മൾ സിമെൻറ്റ് എത്രത്തോളാണ് ഒഴിക്കുന്നത് ആ ഒരു ഹൈറ്റിൽ ഓയിലാക്കി കൊടുത്താൽ മതി. നമ്മൾ സിമെൻറ്റ് ഒഴിച്ചിട്ട് പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിന് ഈസി ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിലാക്കുന്നത് കേട്ടോ. സിമെൻറ്റ് കൂട്ടാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിമെൻറ്റും മണലും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ സിമെൻറ്റ് എടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഒരു കപ്പിൽ 4 കപ്പ് സിമെൻറ്റും 8 കപ്പ് സാൻഡും എടുക്കുന്നുണ്ട്. അതായത് 1:2 എന്നുള്ളൊരു പ്രൊപ്പോർഷനിലാണ് ഞാൻ സിമെൻറ്റും സാൻഡും എടുക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കൂടിയ സ്റ്റൂൾ വേണം, അല്ലെങ്കിൽ റൗണ്ട് കൂടിയ സ്റ്റൂൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചധികം എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അധികം തിക്കും ആവരുത്, അധികം ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഇത് നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ബക്കറ്റിൽ തന്നെ സിമെൻറ്റ് മിക്സ് ചെയ്താൽ പോരായിരുന്നോ എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഈ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ ആവുമല്ലോ, അതും പിന്നെ അവിടെ നിന്ന് സെറ്റ് ആവും. അപ്പോൾ നമ്മൾ സ്റ്റൂള് സെറ്റായതിന് ശേഷം ബക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റൂള് പെട്ടെന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പാത്രത്തിൽ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 2 പാത്രമൊക്കെ സിമെൻറ്റ് ആക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ബക്കറ്റിൽ തന്നെ സിമെൻറ്റ് മിക്സ് ചെയ്താലും മതി. എന്നിട്ട് സെറ്റാവാൻ വെക്കുന്നതിന് മുമ്പായിട്ട് സൈഡിലുള്ള സിമെൻറ്റൊക്കെ ഒന്ന് തുടച്ച് കളയണം. ഇതിൽ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാലുകൾ വെച്ച് കൊടുക്കണം. ഞാനിതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഞാനിനി ഈ കാലുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ കാലുകൾ ബക്കറ്റിലേക്ക് ചാരി വെക്കുകയാണെങ്കിൽ നല്ല വൈഡായിരിക്കും ഇതിൻ്റെ കാലുകൾ. അപ്പോൾ അത്ര വൈഡായാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. 3 കാലുകളും കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെ വരണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പിടിക്കാൻ ആരുടെയെങ്കിലും ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ടൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 കാലുകളും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് 3 സൈഡിലുമായിട്ട് ടേപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സെൻറ്ററിലേക്ക് നീങ്ങി പോകാതിരിക്കാനായിട്ട് സെൻറ്ററിലും ഒന്ന് ടേപ്പ് ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ 24 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെക്കാം. നല്ലപോലെ സെറ്റായതിന് ശേഷം ഈ ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ബക്കറ്റിൽ നിന്ന് ഇതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
ഒരു ഹാമറോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഹാമർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. പതുക്കെ തട്ടണം. ഹാമറാണ് കയ്യിൽ നിന്ന് കരുതിയിട്ട് തട്ടി പൊളിക്കരുത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടും അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. കുറച്ച് വെള്ളം തിളപ്പിച്ച് ഈ ബക്കറ്റിൻ്റെ ബാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. എനിക്കിത് തട്ടിക്കൊടുത്തപ്പോൾ തന്നെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് സ്റ്റൂള്. ഇതിൽ എയർ ബബിൾസ് ഫുള്ളായിട്ട് പോകാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഹോൾസ് വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് അടുത്ത സ്റ്റെപ്പിലൊക്കെ ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റൂളിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യൂറിംഗ് പാർട്ടാണ്. ഇത് നല്ല സ്ട്രോങ് ആയി കിട്ടാനും ലാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഒരാഴ്ചയെങ്കിലും ഒക്കെ ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ അതിനും പറ്റിയിട്ടില്ലെങ്കിൽ 3-4 ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഉണങ്ങിയതിന് ശേഷമുള്ള രൂപമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റിൻ്റെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഗ്രൗട്ട് അടിച്ചു കൊടുക്കണം. കുറച്ച് സിമെൻറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. ഇനി ഇതേ സ്റ്റൂളിൽ എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഹോൾസോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ ഫില്ലായിക്കോളും. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്മൂത്താക്കി എടുക്കണം. എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇതിൽ എക്സസ് ആയിട്ടുള്ള സിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കളഞ്ഞ് നല്ല സ്മൂത്താക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇതിൽ ഗ്രൗട്ട് അടിക്കുന്നതും ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്തായാലും അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്റ്റൂള് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യണം. ഇത് ഫുള്ള് ക്ലിയർ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതൊന്ന് കഴുകി ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം. എന്നിട്ട് ഇനി ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം. ഞാനിവിടെ ഈ സിമെൻറ്റ് പാർട്ടിനൊക്കെ വൈറ്റും ഇതിൻ്റെ കാലിന് ബ്ലാക്കുമാണ് കൊടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ പൈപ്പിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ ഇത് അടിച്ചു കൊടുക്കണം. ആദ്യം ഒരു സൈഡ് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡും അടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ടിയിൽ പെയിൻറ്റ് അടിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് കൊടുക്കുക. അതിനുശേഷം അത് ഉണങ്ങിയിട്ട് വീണ്ടും വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു കോട്ടും കൂടെ അതിൻ്റെ മുകളിൽ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. അല്ലെങ്കിൽ ചില സർഫസിലൊക്കെ സ്പ്രേ പെയിൻറ്റ് പെട്ടെന്ന് പൊളിഞ്ഞു പോരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി മുകളിലുള്ള വൈറ്റ് പെയിൻറ്റും അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പെയിൻറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താൽ മതി. ഇതിനായിട്ട് പെയിൻറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ കുറച്ച് മതിയല്ലോ ഇതിന്. ഇതാണ് നമ്മുടെ സ്റ്റൂളിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലാന്റ് സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോഫയുടെയും ടി വിയുടെയൊക്കെ കോർണറിൽ വെക്കാൻ കോർണർ സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബെഡിൻ്റെയൊക്കെ സൈഡിൽ വേണമെങ്കിൽ വെക്കാം. ഇതിൻ്റെ മുകളിൽ ഷോ പീസൊക്കെ വെക്കുകയാണെങ്കിലും അതും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെവിടെ വെച്ചാലും എന്ത് വെച്ചാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ അത്രയും തിക്നെസ് ഇല്ല, തിക്നെസ് കുറച്ച് കുറവാണ്. ഇതും സെയിം PVC പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് പെയിൻറ്റ് കൊടുത്തിരിക്കുകയല്ല. ഇതിന് ഞാൻ കോണ്ടാക്ട് പേപ്പർ ഉണ്ടാവുമല്ലോ, നമ്മുടെ വാൾ പേപ്പർ പോലുള്ളത്, അപ്പോൾ അത് ഒട്ടിച്ചതാണ്. പെയിൻറ്റിന് പകരം ആ പേപ്പർ ഒട്ടിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ ഫോട്ടോ ഷെയർ ചെയ്യണേ. ഇനി എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
പിന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.